ഒന്നും കൂടി എന്താ നമസ്കാരമുണ്ട്. നമ്മളെ ടാങ്കിൽ കുറച്ച് ജയിന്റ് ഗൗരാമി കിടക്കുന്നുണ്ട്. ഒരു തോന്നുന്നു ഏകദേശം ഒരു 6-8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വലിപ്പം നോക്കിയിട്ട് അതിനെ വേറെ ടാങ്കിലേക്ക് മാറ്റണം. എത്രണ്ണം വലുപ്പമായിട്ടുണ്ട് നോക്കണം. അത്യാവശ്യം വലുപ്പമായിട്ടുണ്ടെന്നാണ് തോന്നുന്നു. നോക്കി നോക്കാം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. നമ്മളെ സുധീറുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട്. നോക്കി നോക്കാം. അങ്ങോട്ട് തിരിച്ചു പിടിക്ക്. ഈ സൈഡ് ആ സൈഡിലേക്ക് ഇത് പിടിച്ചാ വേണ്ട, ഞാൻ വിട്ടോളൂ. അതാ ചെറുത്, ചെറിയ മീൻ. കണ്ട ഷാർക്ക്, 2 ഷാർക്ക്. ഷാർക്ക് അത്യാവശ്യം വലുപ്പായി. പിന്നെ എന്ത് സ്രാവിനെ പിടിച്ചോ? പഠിക്കാൻ പറ്റിച്ചോ? പിടിച്ചോ സ്രാവിനെ. സ്രാവ് ചത്താലിക്ക് കുഴപ്പമില്ല. അതാ ഞാൻ പിന്നെ ധൈര്യമായിട്ട്. ഏയ് പിടിച്ചോ? എനിക്കുണ്ടെങ്കിൽ പിടിക്കളാ. ഈ കൊമ്പ് ഇത് കുത്തണ്ട കേട്ടോ. അതാണ് അതിന്റെ കൊമ്പ്. അവിടെ ഒന്നും പിടിക്കണ്ട. പാല് പിടിച്ചാ പടയും. തല പിടിക്കണം. വിട്. അവർക്ക് ബൈക്കിലേക്ക് സമയം ഉണ്ടാക്കണം. കേട്ടാ എന്നെ പിടിക്കട്ടാ. ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്ന കരിമീനാണ്. വേണ്ട ഈ തലട പെടുന്ന് വാല് വരെ നാളാടി അല്ല വാലിന്റെ ഇത് വരെ വേണ്ട. 10 ഇഞ്ച് നീളം അല്ലേ? 10 ഇഞ്ചല്ലേ? 10 ഇഞ്ച്. ഒരു ബക്കറ്റ് എന്തെങ്കിലും കാട്ടിയത് കവറൊക്കെ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മളെ ഒരു പുതിയ ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലൊരു 10 വരാലിനെ കെട്ടിയിരുന്നു. അപ്പോൾ വരാലിനെയൊക്കെ ഒഴിവാക്കി ഇനിയിപ്പം നമ്മളെ സെറ്റ് ഔട്ടിലത്തെ ഈ ടാങ്കിലത്തെ കംപ്ലീറ്റ് ഗൗരാമികളെ പിടിച്ച് വലിയതിനെയൊക്കെ പിടിച്ച് ഈ ടാങ്കിലേക്ക് മാറ്റാം. പിന്നെ അതുകൂടാതെ സെറ്റ് ഔട്ടിലുള്ള ടാങ്കിൽ നമുക്ക് വൈറ്റ് ഗൗരാമി ഇടാന്നാണ് വിചാരിക്കുന്നത്. ഇതാ നമ്മളെ ഗൗരാമികൾ എത്ര ഉണ്ട്? 2, 4, 6, 8, 10 2 അവിടെ കൊണ്ട് കിട്ടും. 12 ഉണ്ട്. ഓക്കെ, ഒരെണ്ണം കൂടി നല്ല വലുപ്പമുള്ളതാണ്. അതിനെയും കൂടി ഇപ്പോൾ മെഷർമെന്റ് നിർത്തോട്ടെ. സെയിം 10 ഇഞ്ച് തന്നെ അല്ലേ? 10 ഇഞ്ച് ഏകദേശം ഉണ്ട്. 10 ഇഞ്ച് ഉണ്ട്. ഇതാ പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയിടാം. നേരെ അങ്ങനെ ക്ലീനിങ്ങിന്റെ ക്ലൈമാക്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടിപ്പട്ടാളും സുധീറും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് പരിപാടി ഏകദേശം കഴിഞ്ഞു.